എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവികമായ വിജയം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സൂത്രവാക്യം, ഏറ്റവും വലിയ സമീപന സുവിശേഷ രീതി എന്തെന്ന് പറയുന്നത് എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? വരാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് ചിന്തിക്കണം. കൈയിടി കർത്താവ് ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നന്ദി. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്കൈലാബ് പോലെയുള്ള വലിയ സ്കൂള് പോലെയുള്ള വലിയ ആസ്ട്രോണമിക്കലായിട്ടുള്ള ആസ്ട്രോനോട്ട്സുകളൊക്കെ പോകുന്ന സ്ഥലമില്ലേ, അതുപോലെ വൈമാനികരും അതുപോലെ വ്യോമസഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്നതും വ്യോമ പേടകങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എത്രയോ വലിയ ഈ സ്കൂളിനേക്കാളും 3 നില 4 നിലയുള്ള റോക്കറ്റാണ് കത്തിച്ച് വിടുന്നത്. പക്ഷെ ചൊവ്വയിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ഉണ്ടാവും? അത് പാരച്യൂട്ടിൽ ഒരു ക്യാമറ മാത്രമേ ഇറങ്ങണം, അവിടെ വേറെ ഒന്നും ഇറങ്ങണില്ല. ബാക്കിയെല്ലാം കത്തി അടന്നടന്ന് പോകും. നിങ്ങളുടെ വഴികളിൽ കത്തി അടന്നടന്ന് പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക, ലാൻഡിങ്ങിന് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ പോണത്. ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ ഭാര്യ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ മക്കൾ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ കൂട്ട് വിട്ടുപോയെന്ന് വരും. ഇതിങ്ങനെ കുറേ പോകേണ്ടതെല്ലാം പോകും. കാര്യം വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ്, വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ്. നിലനിൽക്കുന്ന ദൈവം മാത്രം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അയ്യോപാവികൾ ഇവിടെ ഇരുന്നുണ്ട്. അയ്യോ അച്ഛൻ പറഞ്ഞാൽ ഭാര്യ മരിച്ചു പോകും, ദൈവമേ എന്ന് പറഞ്ഞ് 4 കളെ വേണ്ടി ഇവിടുന്ന് ഓടിക്കളയരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിന് തോന്നണം എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിനെയാണ് സ്നേഹിക്കണം എന്നാണ്. നിങ്ങൾ വേറെ ജോലി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് ഉടനെ കാറിക്കൂപി 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, 3-ാമത്തെ ദിവസം കട്ടിലേക്ക് വന്ന് കിടന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ദൈവം നിങ്ങൾ അസസ് ചെയ്തില്ലേ? നീ ഒരു ജഡപ്പണ്ടാരമാണെന്നുള്ളത് അസസ് ചെയ്തില്ലേ? പിന്നെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാണ് മുതൽ മുടക്കണത്? ഇതാണ് പ്രശ്നം. ഇപ്പം നിൻ്റെ ഒരു പ്രേമം പോയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിൻ്റെ കല്യാണം വന്ന് പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ കല്യാണം ഒത്തത് പിന്നെ പോയെന്ന്. ഞാൻ പറഞ്ഞു പോകാനുള്ളതൊക്കെ പോകും, ദൈവം പണി നോക്കിയെന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ, നീ പ്രാർത്ഥനയിലുള്ള വ്യക്തിയല്ലേ, നീ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ലേ, അപ്പോൾ നിനക്ക് അഹിതമായ ദൈവത്തിന് അഹിതമായ സാധനങ്ങളൊക്കെ പോകും. നീ എന്തിനാണ് അവളോട് ചാറ്റാനും ചീറ്റാനും പോയത്? അതിലെ പ്രശ്നമായി പോയത്. ചുമ്മാ ഒരു ചെറുക്കനെ കണ്ടു, അല്ലെ പെണ്ണിനെ കണ്ട് കെട്ടാമെന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉടനെ മൊബൈലും മേടിച്ച് ചാറ്റും ചീറ്റും തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അപ്പോൾ നിനക്ക് ഉടമ്പടിയും ഇല്ല, ദൈവവും ഇല്ല, മാതാവും ഇല്ല, ജീവിതമില്ല. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ. ഈ സാധനമൊക്കെ എടുത്ത് കളയും, എടുത്ത് മാറ്റപ്പെടും. അതായത് ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയെ നിത്യജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എല്ലാം അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു നമ്മൾ കേട്ടിട്ടുണ്ട്. അന്തിക്രിസ്തു ഇപ്പം തന്നെ ലോകത്തിലുണ്ടെന്ന് പറയുന്നു. അതെന്താ ലോകത്തിലുണ്ടെന്നാണ് പറയണത്? അത് ആരിലാണ് ലോക അരുവിയുള്ളത്? അവൻ അന്തിക്രിസ്തു ഉണ്ട്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. 1 യോഹന്നാൻ 4:3. യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ്
ദൈവത്തിൽ നിന്നല്ല. അവൻ പറഞ്ഞ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. അത് ലോകത്തിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ അയാളിൽ അന്തിക്രിസ്തു ഉണ്ട്, ക്രിസ്തുവിനെതിരായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ പ്രോബ്ലം പറയണത് ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയിൽ അന്തിക്രിസ്തുവുണ്ട്, എന്നുവെച്ചാൽ ക്രിസ്തുവിനെതിരായ ശക്തിയുണ്ട്. ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴേ ക്രിസ്തു നിന്നിൽ വസിക്കുന്നില്ല. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കണം വിചാരിച്ചോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിനക്ക് അതായത് നിൻ്റെ മകളുടെ കല്യാണം, ഒരു അമ്മയും മകളും തമ്മിൽ ഇപ്പം സംസാരിക്കണില്ല. എന്താ സംസാരിച്ചത്? ഉടമ്പടി എടുത്താണ്, പക്ഷേ മകൾ അമ്മയോട് സംസാരിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചത്, എന്താടി ഇപ്പം നീ ഉടമ്പടി എടുത്തിട്ട് അമ്മയും മകളും എന്താ സംസാരിക്കാത്തത്? അതല്ല വെച്ചാൽ അമ്മയുടെ തനിനിറം കണ്ടപ്പോൾ പിന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ തനിനിറം? അതല്ല, ആ ചെറുക്കൻ്റെ വീട്ടുകാർ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഏതാണ്ട് 20 കൊടുക്കാമെന്ന് പറഞ്ഞാണ്. 20 പവൻ്റെ അത് 17.5 പവനൊത്ത് അമ്മയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. അത് അപ്പം പറഞ്ഞ്, എടി അത് വാങ്ങിക്കാം, അതിനകത്ത് 1 പവൻ നീ എടുത്തിട്ട് 2.5 പവനാൻ പറ്റിയാണ്, ബാക്കി അവൾക്ക് കൊടുത്ത് വിടാനില്ലാന്ന് കൊന്നെന്ന് പറഞ്ഞ ഈ തള്ള അത് ഊരത്തില്ല. ഉടമ്പടിയൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും, യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാലും സംഭവം സൂത്രമാണ്. എന്ത് സംബന്ധിച്ച് അതായത് സ്വന്തം മകൾക്ക് പോലും ഒരു പണയുടെ പൊന്ന് കൊടുത്തിട്ട് അവളെ കെട്ടിച്ച് വിടാനുള്ള മാനസികാവസ്ഥയില്ല, സ്വർണ്ണക്കൊതിച്ചിയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇയാളിൽ അവരിൽ തന്നെ അന്തിക്രിസ്തു ഉണ്ട്. സ്വന്തം മകൾക്ക് കൊടുക്കാത്തവർ ഭർത്താവിന് കൊടുക്കുക, സ്വന്തം മക്കൾക്ക് കുടുംബത്തിൽ കൊടുക്കാത്തവർ നാട്ടുകാർക്ക് കൊടുക്കുക. ഒരിക്കലുമില്ല. ക്രിസ്തുവിനെ കൈമാറാൻ അവർക്ക് പറ്റത്തില്ല. ക്രിസ്തു കൈമാറ്റം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടം തയ്ച്ച് തേങ്ങ സഹിച്ച ഒരു ക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാണ് പ്രശ്നം. അപ്പോൾ ദൈവസ്നേഹത്തെക്കാൾ ഉപരി സ്വർണ്ണത്തെ അവർ സ്നേഹിക്കുന്നു, അതാണ് പ്രശ്നം. ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലോകത്തിൽ അവരുണ്ട്. ആ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനേക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചോ അതിന് വിഗ്രഹാരാധന എന്ന് പറയും. അല്ല മറ്റുള്ളവർ പറയണമല്ലോ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കണമല്ല. വിഗ്രഹ ആരാധന എന്ന് പറയണത് ദൈവത്തിനേക്കാൾ ഉപരി വേറെ വ്യക്തികളോ വസ്തുക്കളോ വിഷയങ്ങളെയോ ഈ ജോലിയെ പോലും സ്നേഹിച്ചു പോയാൽ അതൊരു അന്തിക്രിസ്തുവായിട്ട് മാറും. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് പറയണം. കർത്താവിൻ്റെ ഇഷ്ടം. ഇപ്പോൾ നിങ്ങളെന്താ പറയണത്? ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് അച്ഛാ ഉടമ്പടി ചെയ്തത്. ഇപ്പോൾ 3 പ്രാവശ്യം പുതുക്കിയെന്ന് പറഞ്ഞ് ദൈവത്തെ വരട്ടുകയാണേ. തട്ടി പിടിച്ച ആ കൊച്ചിന് വേണ്ടിയാണ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണത്. ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിലെ ത്യാഗം അനുഭവിക്കുന്നത്. അപ്പോൾ ആരാണ് വിഗ്രഹം? കൊച്ചാണ്. അപ്പോൾ കൊച്ചാണ് അന്തിക്രിസ്തു അവിടെ. അത് ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം നീ ആർക്ക് കൊടുത്താലും, അത് കുഞ്ഞായാലും കുട്ടിയായാലും വലുതായാലും അന്തിക്രിസ്തുവായിട്ട് മാറും. എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ക്രിസ്തു നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം 1-ാം സ്ഥാനം. കൈയടിച്ച് കർത്താവേ അത് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെയും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്. ഈ മകളെ അവൾക്ക് ഫിക്സ് വന്നു. 2.5 വയസ്സായിട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ജനിച്ചപ്പോൾ തന്നെ ഫിക്സായിപ്പോയി. അപസ്മാരം പോലെ സംഭവത്തിൽ ബ്രെയിനിലേക്ക് ഒത്തിരിയേറെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് നടക്കണില്ല, സംസാരിക്കണില്ല. വിശന്നാൽ തന്നെയും അത് പറയത്തില്ല. അപ്പൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷണം കാണിച്ചു കൊടുക്കുകയുള്ളൂ, പറയത്തില്ല. എന്ത് സങ്കടമായിരിക്കും, വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ദൈവത്തെ കപ്പൽ വെച്ച് മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൂടുതൽ അധികം ഫലം പ്രകടിപ്പിക്കാൻ ഞാനതിനെ വെട്ടി ഒരുക്കും. മുന്തിരിച്ചെടി ശാഖകളും പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ഞാനതിനെ വെട്ടി. ആ ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുള്ളതാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, എല്ലാം മിഠായിയാണ്, എല്ലാം മധുരമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില കഴിച്ച അനുഭവങ്ങളുടെ ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും.
Take the bed of God. Hallelujah. യോഹന്നാൻ 15:2. യോഹന്നാൻ 15:2. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയരുത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ ക്ലേശങ്ങളാണല്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ഫലം തരുന്നതിനെ ദൈവത്തിൻ്റെ സ്വഭാവം ഫലം ദൈവത്തെ ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സാധനം ഫലം കായ്ക്കുമോ, ഈ ജന്മത്തെങ്കിലും കായ്ക്കുമോ എന്ന് ദൈവം കായ്ക്കത്തില്ല കഴിഞ്ഞാൽ പിന്നെ ദൈവം അവരെ വർക്ക് ചെയ്യത്തില്ല. നീ പട്ടിയോ പന്നിയോ ജീവിക്കണവരെ ജീവിച്ചോളാൻ പറയും, ഒരു പ്രശ്നമില്ല. അവനെ വിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്തെങ്കിലും ദൈവവിശ്വാസമോ ഇത്തിരി ഭക്തിയോ ദൈവസ്നേഹമോ ഉണ്ടെങ്കിൽ അത് ബലമാണ്. ആത്മാവിൻ്റെ ബലങ്ങളല്ലേ, ആത്മാവിൻ്റെ ബലങ്ങളല്ലേ വിശ്വാസം, ആത്മാവിൻ്റെ ബലങ്ങളല്ലേ. ഗലാത്യർ 5:23 എടുത്ത് 5:23 22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ തന്നെ. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. സ്നേഹം വളരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ശാഖകളായിട്ട് സ്നേഹം, ക്ഷമ, ദയ, നന്മ. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. കരുണയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹമാണ്, അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ദൈവം നിലനിൽക്കുന്നൊരു കുടുംബമാകണമെങ്കിൽ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വളരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തത്, നീ എന്നെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചത് ഭൗതിക പദാർത്ഥങ്ങള്, ഭൗതിക സാഹചര്യങ്ങള് വളരുക എന്നതിനേക്കാൾ നിത്യത ലക്ഷ്യമാക്കി ദൈവ സ്നേഹത്തില് എന്നെ വളർത്താനാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്നതിന് പറയുന്ന അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. പുറപ്പാടിന്റെ പുസ്തകം 33:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? എന്തൊരു വലിയ ദൈവജ്ഞാനമാണ് ഈ പുറപ്പാട് 33:16 എന്താ പറയണത്? പരിശുദ്ധാത്മാവിന്റെ വചനം എന്താ പറയണത്? അങ്ങ് പോരുന്നില്ലെങ്കിൽ പറഞ്ഞേ, അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ അറിയും? ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്ന് അറിയാൻ only one sign, that sign of presence. ഒരു വചനം മാത്രമേ ഉള്ളൂ, ഒരു അടയാളം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്ന് അറിയാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഉടമ്പടി പോലെ. ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 38 കൊല്ലമായി. 38 വർഷത്തിനുള്ളിൽ എന്തുമാത്രമല്ല വിദേശത്തും സ്വദേശത്തും നാട്ടിലും എല്ലാം എന്തുമാത്രം ആയിരക്കണക്കിന് ധ്യാനം നടത്തിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ കൗൺസിലിംഗ്, പ്രാർത്ഥന കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടമ്പടി പോലെ സർവ്വജനങ്ങളും കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് നടന്ന മംഗളവാർത്തയിൽ ആദ്യം ദൈവം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ്? അവൻ്റെ നാമം സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള പറഞ്ഞേ സകല ജനതകൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് തന്നെ മനസ്സിലാകും സകല ജനങ്ങൾക്ക്, നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, പിന്നെ ഫോർ ദ പീപ്പിൾ ടോട്ടാലിറ്റി. എല്ലാം ടോട്ടലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ആരും എവിടെ നിന്ന് വിളിക്കുമ്പോഴും, ഇപ്പം തന്നെ രാജീവ് സദാനന്ദൻ്റെ വിഷയം, അദ്ദേഹം ഈ മകളപ്രതിയാണല്ലോ വന്ന് ഉടമ്പടി എടുക്കണത് അല്ലേ? പണ്ട് നമ്മൾ 15:2 വായിച്ചില്ലേ യോഹന്നാന്റെ സുവിശേഷം? എന്താണ്? കൂടുതൽ സ്നേഹിക്കുന്നവനെ അല്ലെങ്കിൽ കൂടുതൽ ഫലം തരുന്നതിനെ, അത് കൂടുതൽ ഫലം തരുന്നതിനെ, അത് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ. സ്നേഹം ഒരു ഫലമാണല്ലോ അല്ലേ? ഗലാത്യർ 5:22 നമ്മൾ വായിച്ചു.
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. സ്നേഹം. അപ്പോൾ സ്നേഹം എന്താണ്? ദൈവസ്നേഹം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? ദൈവത്തിന് ഒന്നും മതി വരാത്ത ആളാണ്. എന്തുമാത്രം മതി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതലെ അത് മിണ്ടാണ്ടിരിക്കണതാണ് ഭേദം. കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും കൂടം പോലെ എൻ്റെ ചങ്കിനടിക്കും. എന്താ ഈശോ പറഞ്ഞത്? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതായത് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെയും നിങ്ങളും പരിപൂർണരായിരിക്കും. അപ്പോൾ മതിവരാത്ത ദൈവം. ദൈവത്തെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഭർത്താവിനെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. ഭാര്യയെ സ്നേഹിച്ചാൽ ആ സ്നേഹം എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. മക്കളെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിച്ചാൽ ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം വീണ്ടും വീണ്ടും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ നോക്കും. എന്താ കാരണം എന്നറിയാവോ? സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നിത്യത എന്ന് പറയുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ ദൈവ സ്നേഹം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ഈ ഉൽപ്പത്തി 30 നിങ്ങൾക്ക് എൻ്റെ മക്കളെ അച്ഛൻ പറയണത് വെള്ളം ചേർക്കാത്ത കർത്താവിൻ്റെ മനസ്സാണ്, വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് ദൈവസ്നേഹമുണ്ടല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് വിശ്വാസമുണ്ടല്ലോ. പക്ഷെ ദൈവം ഓക്കെ അല്ല. ദൈവം ഓക്കെ അല്ല. ദൈവം എന്താ പറയണത്? ദൈവം 15 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഫലം തരുന്നതിന് കൂടുതൽ, ദൈവസ്നേഹം ഉള്ളതിന് കൂടുതൽ ദൈവസ്നേഹം ഉണ്ടാകാൻ വെട്ടി ഒരുക്കും. രാജീവ് സദാനന്ദന് എന്താ പറ്റിയത്? ജനിച്ച കുഞ്ഞ് അവനെ എന്ത് പറ്റി? അവന് വെട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. എന്താ കാര്യം? അവന് ഫിക്സാ, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴവൻ എന്ത് ചെയ്യും? അവന് ഉടമ്പടി എടുക്കാനൊരു അവസരമായത്. അത്രയും നേരം അവന് കേവല ദൈവസ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും കേവല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ കേവല ദൈവസ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവമാണ് വിളിക്കുന്നത്. ഉപരി ദൈവസ്നേഹത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ് നിന്നെ നിത്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കട്ടെ. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ യേശുക്കൾക്കും എൻ്റെ ദൈവപൈതലെ, അതായത് നിൻ്റെ അനുദിന ജീവിതം ദൈവം ക്രമീകരിക്കും. തീർച്ചയായിട്ടും നിന്റെ അനുദിന ജീവിതം നീ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായി ക്രമീകരിക്കും. പക്ഷെ നിനക്ക് ദൈവസ്നേഹം വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് നിനക്ക് നൽകാനുള്ള സൗകര്യവും സമയവും ഇതാണെങ്കിൽ ദൈവം ഇപ്പോഴേ വെട്ടത്തോളം നിന്നെ. നീ വിചാരിക്കരുത് വയസ്സായി കഴിയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് വരാമെന്ന്. ദൈവത്തിന് വേണ്ട. മനസ്സിലായില്ലേ? നീ വിചാരിക്കണം പലർക്കും സംഭവം. അതുകൊണ്ടാണ് യുവാവേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യുവാവേ, നീ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ ദൈവത്തെ അറിയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വെട്ടിമടിക്കാനാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? യുവാവേ, അതായത് നീ നിൻ്റെ
മക്കളെ ചില പറയത്തില്ലേ, ചില ഈശോയോട് ഓരോരുത്തരും ഈശോ വിളിക്കുക പറയും, ഞാൻ പെണ്ണ് കെട്ടി, എനിക്ക് ഭാര്യയെ നോക്കാൻ പോകണം, ഭർത്താവിനെ നോക്കാൻ പോകണം, ഞാൻ ഏറെ കാളകളെ വാങ്ങിച്ചു, എനിക്ക് ഉഴുത് നോക്കാൻ പോകണം എന്നൊക്കെ പറയത്തില്ലേ. നീ പോയി പെണ്ണ് നോക്കണമെന്ന് പറയും. നിന്നെ ആരും വിളിച്ചെന്ന് ചോദിക്കുമോ? അങ്ങനെ സ്വന്തം പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങൾ സ്വന്തം പോർട്ട്ഫോളിയോ ആവശ്യമുള്ള ആൾക്കാരില്ലേ, അവരെ നിങ്ങൾ വരുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ നക്കാപ്പിച്ച വല്ല അനുഗ്രഹങ്ങളൊക്കെ തന്നു വിട്ടേച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാര്യം ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് ദൈവത്തിന് അറിയാം. അതാണ് എൻ്റെ വിഷയം. അതാണ് അത് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്. കാര്യം നിത്യതയാണ്. ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ്? കർത്താവ് എന്താ പറഞ്ഞത്? എന്നോട് കൂടെ സഹിക്കുന്നവർ എന്നോട് കൂടെ നേടും. എന്താ പറയുക? നിത്യതയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചോണ്ടിരിക്കണം. ഞാനിങ്ങനെ അടച്ചടച്ച് തളർന്നിരിക്കും. പല കാര്യമുണ്ട്. എനിക്ക് കിട്ടിയ അസുഖം വരെ പല കാര്യമുണ്ട്. അധികം മുഴുവൻ തുണർത്ത് ആപ്പെടുന്ന നാശകൂടാരിയായിരിക്കും. ഈ ക്രിസ്മസിന് ദിവസം സംഭവിച്ചതാണ്. മുഴുവനും ഒരു കാര്യമില്ല. മുഴുവനും ചൊറിഞ്ഞ് പൊട്ടി പഴുത്ത് ആപ്പട കുളമായി. അപ്പോൾ എന്ത് സംഭവം? അതായത് നമ്മൾ ക്രിസ്മസിനേക്കാൾ വലുതാണ് നമുക്ക് ദൈവം. അതാണ് വിഷയം. അത് അതാണ് പ്രശ്നം. എൻ്റെ പേര് സ്റ്റെഫി. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു മോളെ ലഭിച്ചു. അതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട്. എനിക്ക് ആദ്യം 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആദ്യം എനിക്കൊരു മോള് ജനിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഛർദിൽ, ലൂസ് മോഷൻ, അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് കൊടുത്താൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ചു. കുഞ്ഞിൻ്റെ ലിവർ, കിഡ്നി എല്ലാം ഫെയിലിയർ ആയായിരുന്നു. അങ്ങനെ SIT കൊണ്ടുപോകാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തി. എന്നിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ അസുഖം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. കൗൺസിലിംഗ് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ഒന്നും ചെയ്യേണ്ട, അടുത്ത കുഞ്ഞങ്ങ് ആകട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് അടുത്തതൊരു മോൻ ജനിച്ചു. മോനും സെയിം ഇതേ അവസ്ഥ. ഡെലിവറി കഴിഞ്ഞു 6 മാസം കഴിഞ്ഞപ്പം മോനും വോമിറ്റിംഗ്, ലൂസ് മോഷൻ വന്ന്. അപ്പം ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് കുഞ്ഞിനൊരു കുഴപ്പമില്ല, നോർമലി കുഞ്ഞുങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ജനിതകമായിട്ടുള്ള പ്രശ്നമായിരുന്നു, ജനറ്റിക്സ് പരമായിട്ടുള്ള കുഴപ്പമായിരുന്നു. അതങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ നോക്കുമ്പോഴോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മോനും ഇതെനിക്ക് കിഡ്നിയും ലിവറും എല്ലാം ഫെയിലിയറായി പെട്ടെന്ന് ഫിറ്റ്സൊക്കെ വന്നു. ഫിറ്റ്സ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനും മരിച്ചു പോകുമെന്ന് മമ്മിയോട് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മോനും മരിച്ചു പോയി. ജീവിതം മൊത്തം കൈവിട്ട ഒരവസ്ഥ. ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ആ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജനറ്റീഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, കൗൺസിലിംഗ് തന്നിട്ട് പറഞ്ഞു ഇനി വിഷമിക്കണ്ട. അപ്പം മോൻ്റെ സാമ്പിള് മോൻ മരിക്കുന്നതിന് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെച്ചപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും പിന്നെ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. മോൻ്റെ സാമ്പിളിൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. രോഗം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാരിക് അസിഡീമിയ ടൈപ്പ് 2 എന്ന് പറയുന്ന ഒരു ഡിസീസായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ജനിതകപരമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങളുടെ ടെസ്റ്റുമൊക്കെ ചെയ്തു. പിന്നെ ഡോക്ടർ ഒരു കൺക്ലൂഷനിലെത്തി, ഇനി ജനിക്കുന്ന കുഞ്ഞിന് 75% ഈ രോഗം വരത്തില്ല, പക്ഷേ 25% വരാനും സാധ്യതയുണ്ട്. പക്ഷേ 25% എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം തന്നെയാണ്. 25% വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കുഞ്ഞും സെയിം ഇതേ അവസ്ഥയിൽ ഇതേ രോഗം വന്ന് കുഞ്ഞും മരിച്ചു പോകത്തേ ഉള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തന്നു. അപ്പം ഇവളുടെ ഗർഭിണിയായിരുന്ന സമയത്ത് അപ്പം നമ്മളോട് ഡോക്ടർ പറഞ്ഞ് വയറ്റിൽ നിന്ന് അമിനോട്ടിക് ഫ്ലൂയിഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യമേ ഞങ്ങൾ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് 13ാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ വന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് തികഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഒന്നുകൂടി നമുക്ക് ഫ്ലൂയിഡ് എടുത്ത് അയക്കേണ്ടി വരുമെന്ന്. അങ്ങനെ 16ാമത്തെ ആഴ്ചയിൽ വീണ്ടും ഫ്ലൂയിഡ് എടുത്ത് അയച്ചു. ഫ്ലൂയിഡ് എടുത്ത് അയച്ച് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് നോർമലാണ്. നിങ്ങൾ 2 പേരെയും കണക്ക്, എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കണക്ക് എൻ്റെ കുഞ്ഞും ക്യാരിയറാണ്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല
എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്കിത് തുടരണോ വേണ്ടായോ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതായിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ ഇനിയും ജീവിതത്തിൽ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിന് വീണ്ടും അസുഖം കൂടി, ഇതുകൂടി കാണണ്ടല്ലോ. അതുകൊണ്ട് ഡോക്ടർ നമ്മളോട് അബോർഷൻ എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ മോൾക്ക് ഇപ്പം 4 വയസ്സായി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ ആ 6 മാസവും ആ കാശുരൂപം എൻ്റെ മോളുടെ തലയ്ക്കുമ്പാത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഭയങ്കര ഒരു അത്ഭുതം തന്നെ നടന്നത്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. എൻ്റെ മോൾക്ക് ഇപ്പം 4 വയസ്സായി. എൻ്റെ മോളുടെ പേര് ഇസാ മരിയ പാറ്റേഴ്സൺ എന്നാണ്. അപ്പം ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി കുഞ്ഞിന് ഈ അസുഖം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ടെസ്റ്റ് കണ്ടുപിടിച്ച് കുഞ്ഞ് കാരിയർ അല്ല, ഞങ്ങളെ കണക്ക് കാരിയർ അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പ്രശ്നമുണ്ടാകും. 4 വയസ്സ് കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. എൻ്റെ മോൾക്ക് ഇപ്പം 4 വയസ്സായിട്ടുണ്ട്. മാതാവിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഇപ്പോൾ എന്തെങ്കിലും പറയാനായിട്ട് നിൽക്കുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ അത് സന്തോഷത്തിൻ്റെ സങ്കടമാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും നൽകിയ സന്തോഷത്തിൻ്റെ സങ്കടം. ഈ ഉടമ്പടിയിൽ ഞാൻ മറ്റുള്ള എൻ്റെ മകന് വേണ്ടിയും എൻ്റെ ഒരു ഭവനത്തിന് വേണ്ടിയും, പിന്നെ മകൾ ആ സമയത്ത് മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനു വേണ്ടിയൊക്കെ ഞാൻ ഈ ഉടമ്പടി പത്രികയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി പത്രികയിൽ വെച്ച പ്രകാരം മകന് വിദേശത്ത് പോകാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ തന്നു. അതുപോലെ ഭവനം, മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന വെള്ളം വീട്ടിൽ വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, മാതാവേ എനിക്ക് വെള്ളം വീഴാതെ കിടക്കാനുള്ള ഒരു ഭവനം എനിക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിലേറെ നല്ല രീതിയിലൊരു ഭവനം വെച്ച് ആ ഭവനത്തിൽ വസിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ മോള് മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത് ഹിമാചലിലായിരുന്നു. അപ്പോൾ അവൾക്ക് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവർ നോട്ട്സൊക്കെ ഇട്ട് കൊടുക്കത്തേ ഉള്ളായിരുന്നു. അപ്പം എൻ്റെ മോള് പരീക്ഷയിൽ തോറ്റു പോകുമോ എന്നൊരു ഭയം എനിക്ക്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ എൻ്റെ മകൾ പരീക്ഷ എഴുതുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പം മകളുടെ കൂടെ വേറെ 7 പേരുണ്ടായിരുന്നു. ഈ 7 പേരും ആദ്യം മോളെയാണ് പരീക്ഷ ഹാളിലോട്ട് വിളിച്ചത്. അപ്പോൾ അത് ഓരോരുത്തരുടെ കഴിഞ്ഞിരുമ്പോഴായിരുന്നു. അപ്പോൾ മോളുടെ പരീക്ഷ കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ ചോദിച്ചു എങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ്, കുഴപ്പമില്ല, എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം ഈ മറ്റുള്ളവരെല്ലാവരെക്കാളും നല്ല മാർക്കോടും കൂടി എൻ്റെ മോൾ ജയിച്ചു. പിന്നെ അതിനോടൊപ്പം മറ്റുള്ള പല ആവശ്യങ്ങളും ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് എപ്പോഴും അപേക്ഷിക്കുമായിരുന്നു, അമ്മേ നല്ലത് മാത്രം ചെയ്യുവാനായിട്ടുള്ള കൃപ തരണമെന്നും, അതുപോലെ ഈ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള ആ ഒരു രീതി, നമ്മൾ ഒരുപാടൊന്നും സഹായിക്കാനില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഇല്ലായ്മയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഏറെ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ സഹായമാണ്. പിന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മകളെ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു.